ഗുരുജി ഗുരുമ. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ സൺ മെഡിറ്റേഷൻ്റെ അനുഭവങ്ങൾ. ഞാൻ ഇന്നലെ മെഡിറ്റേഷൻ ചെയ്യാനിരുന്നപ്പോൾ ഒരു ഈച്ച എൻ്റെ കയ്യിൽ വന്നിരുന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുജിയോടും പ്രപഞ്ചത്തോടും ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് മാപ്പാക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈച്ച പറന്നുപോയി. ഞാൻ ഗുരുജിയോടും പ്രപഞ്ചത്തോടും എന്നെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമുദ്രം കാണാൻ കഴിഞ്ഞു. പിന്നീട് കൈയും കാലും മരവിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് പല നിറങ്ങളും രൂപങ്ങളും കാണാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് തലചുറ്റലായിരിക്കുമെന്ന്. അപ്പോൾ ചെറിയ ഭയം തോന്നി. ആ അനുഭവം അങ്ങനെ തന്നെ മാറി. പിന്നീട് ഞാൻ ഗുരുജിയോടും പ്രപഞ്ചത്തോടും എൻ്റെ പേടി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നിറയെ മഞ്ഞ നിറത്തിലുള്ള സർക്കിൾസ് എൻ്റെ പിന്നിൽ നിന്നും മുന്നിലുള്ള ഒരു ഡാർക്ക് സർക്കിളിൽ പോയി. ആ സർക്കിളിനുള്ളിൽ ഒരു വയലറ്റ് കളറായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ പേടിയാണ് ആ പോകുന്നത് എന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സർക്കിൾ ഒരു റെഡ് കളർ ഡോർ വന്ന് അടയുകയും ചെയ്തു. അതോടെ എൻ്റെ പേടി പോകുകയും ഞാൻ റിലാക്സ് ആവുകയും ചെയ്തു. വീണ്ടും ഈച്ച എൻ്റെ വലത് ചെവിയുടെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ ഗുരുജിയോടും പ്രപഞ്ചത്തോടും ഈച്ചയോടും ഉറുമ്പുകളെയും പ്രാണികളെയും അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചതിന് ക്ഷമ ചോദിച്ചു. അതോടെ ഈച്ച പോയി. ഒരു വെള്ള വെളിച്ചം ത്രൂ ഔട്ട് മെഡിറ്റേഷൻ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ വന്നു പോവുകയും ഉണ്ടായിരുന്നു. മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനും റിലാക്സ്ഡുമായി. മൂൺ മെഡിറ്റേഷന്റെ അനുഭവങ്ങൾ. ഇന്നലെ ചന്ദ്രഭഗവാൻ ഇല്ലാത്തതിനാൽ ഞാൻ സ്റ്റാറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ആ സ്റ്റാറിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നപ്പോൾ സ്റ്റാർ മൂവ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഏകദേശം ഒരു 20 മിനിറ്റ് സ്റ്റാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ കണ്ടു, പക്ഷെ ഒന്നും അത്രയ്ക്ക് വ്യക്തമായില്ലായിരുന്നു. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 2 ചെവിയും നന്നായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. താങ്ക് യു ഗുരുജി ഗുരുമ. താങ്ക് യു ഗുരുജി.